ടൂറ് പോകാൻ വേണ്ടിയിട്ടൊന്നും നിന്റെ വീട്ടിൽ നിന്ന് ആരും പെർമിഷനൊന്നും ചോദിച്ചിട്ടില്ല. സത്യമാണോ പറയുന്നത്? ഞാനൊന്ന് അച്ഛനെ വിളിച്ച് ചോദിക്കട്ടെ. എൻ്റെ അമ്മേ, ഇരുന്നിരുന്ന് നടുവൊടിഞ്ഞു. സാറേ, നിങ്ങളെ മാനേജർ വിളിക്കുന്നു. ആ ശരി ശരി, ഞാനിതാ വരുന്നു. നീ ആരുടെ നമ്പറാ തന്നത്? സർ, അച്ഛൻ്റെ നമ്പർ. ഫോൺ എടുക്കുന്നില്ല. നീ ചുമ്മാ കള്ളം പറയാണോ? സർ, അച്ഛന് ഓഫീസിൽ ജോലി ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ അവിടെ നിന്ന് എടുക്കാൻ പറ്റില്ലായിരിക്കും. അമ്മയുടെ ഫോൺ നമ്പർ തരാം സർ. ശരി ശരി, അമ്മക്ക് വിളിച്ചു നോക്കട്ടെ. അതിന്റെ കാരണം എന്താണെന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. മറ്റെന്തോ ഒരു ഭാരം നെഞ്ചിൽ കെട്ടി നിൽക്കുന്ന പോലെ ഒരു വിമ്മിഷ്ടം. എന്നാ പിന്നെ വലിയന്റെ കൂടെ കടയിലേക്ക് പോയിക്കൂടെ? അത് വേണ്ട. ഇനി അങ്ങോട്ടില്ലാന്ന് പറഞ്ഞ് വാശി കാണിച്ചിട്ട് ഇപ്പൊ കട പൂട്ടേണ്ടി വന്നപ്പോ കൃഷ്ണ ഷൂസിലേക്ക് ചെന്നാവില്ലേ? അതെന്തായാലും വേണ്ട. നീ ഇപ്പൊ എത്തുന്നേ ഉള്ളോ? കാലത്ത് വന്ന് കട തുറന്നോളാന്നും പറഞ്ഞ് നീയല്ലേ ഇന്നലെ എന്റെ കയ്യിൽ നിന്ന് താക്കോലും വാങ്ങിച്ചു പോയത്? നീ എങ്ങോട്ടെങ്കിലും പോകാൻ ഇറങ്ങിയതാണോ ശിവ? എന്നാൽ പുറത്തോട്ട് ഇറങ്ങാന്ന് കരുതി. അല്ല, അപ്പൊ ഹോട്ടലിൽ പോകണ്ടേ? ഇന്ന് അടവാ കാർത്തിയാനി. കുറെ നേരെ ഇത് കിടന്ന് അടിക്കണം. ഹലോ, ഇനി എന്താ സംഭവിക്കാന്തോ സാന്ത്വനത്തില്. എങ്ങനെ നടന്ന കുടുംബം, ഇപ്പൊ എന്തൊക്കെ കാണണം. അയ്യോ, അതെന്താ അടുക്കളയിൽ കത്തിയ മണം മണക്കുന്നു? അയ്യോ, ഈ മീൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ട് മറന്നു. കത്തി നാശോഷമായി എന്നാ തോന്നുന്നത്. എടി, നിനക്ക് എന്നെ കാണുമ്പോൾ മാഷ പോലെയൊന്നും തോന്നുന്നില്ലേ? നിനക്കെന്താ എന്നെ കാണുമ്പോഴൊക്കെ വല്ല കോമഡി കഥാപാത്രം പോലെ തോന്നുന്നു? അയ്യോ അല്ല സർ, ഇത് സത്യമായിട്ടും എൻ്റെ അമ്മയുടെ നമ്പറാ. സത്യമാ സർ. സർ, അമ്മ വല്ല തിരക്കിലുമായിരിക്കും സർ. ഇങ്ങോട്ട് എന്തായാലും വിളിക്കാതിരിക്കില്ല സർ. മതി മതി, നീ എന്നോട് കള്ളം പറഞ്ഞതൊക്കെ മതി. നാളെ നേരെ സ്കൂളിലോട്ട് വന്നാൽ മതി. കൃത്യസമയത്ത് എത്തിക്കോളും, കേട്ടല്ലോ? സർ, പൈങ്കിളി, നീ ഇല്ലേ നിന്റെ ചേച്ചിയുടെ നമ്പർ ഒന്ന് കൊടുത്തേ. ചിലപ്പോൾ ചേച്ചി എടുത്താലോ? സർ, വേണമെങ്കിൽ എൻ്റെ ചേച്ചിക്ക് വിളിച്ച് ചോദിച്ചോ സർ. ഹേ സ്റ്റുഡൻസ്, നമ്മുടെ പൈങ്കിളിക്ക് ചേച്ചിയുണ്ടോ? അതെ സർ, അവൾക്ക് ഒരു ഇത്താത്ത ഉണ്ട്. വെറുതെ ഫോൺ വിളിച്ചാൽ പോലും എൻ്റെ ചേച്ചി ഫോൺ എടുക്കില്ല.